ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 2 വൃക്ഷങ്ങളെ നാം കണ്ടുമുട്ടുന്നു. ഒന്ന് നന്മതിന്മകളുടെ വൃക്ഷം, രണ്ടാമത്തത് ജീവന്റെ വൃക്ഷം. ദൈവം അവരോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു: നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, അത് ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും എന്ന്. എന്നാൽ സാത്താൻ്റെ കൗശലപൂർണമായ വഞ്ചനയുടെ വാക്കിനാൽ ദൈവിക ജീവൻ അവർക്ക് നഷ്ടമായി. ജീവവൃക്ഷത്തിൻ്റെ കനി അവർക്ക് നഷ്ടമായി. ആദിമ പരിശുദ്ധിയും കൃപയും നഷ്ടപ്പെട്ടു. ദൈവവുമായി അവർക്കുണ്ടായിരുന്ന ഐക്യം അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവവുമായി അതുവരെ നിലനിന്ന് പോന്നിരുന്ന ആത്മബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ദൈവത്തോട് ഐക്യം പ്രാപിക്കാനുള്ള മനുഷ്യാത്മാവിൻ്റെ ദാഹം തുടർന്നു കൊണ്ടേയിരുന്നു. പറുദീസയിൽ മനുഷ്യന് നഷ്ടമായ ജീവന്റെ വൃക്ഷത്തിൻ്റെ കനി സമ്മാനിക്കാനാണ് യേശു മനുഷ്യനായി അവതരിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. മാനവകുലത്തിന് ജീവൻ നൽകാൻ കാൽവരിയിൽ നാട്ടപ്പെട്ട ജീവവൃക്ഷമാണ് കുരിശ്. ആ കുരിശിൻ്റെ ഫലമാണ് ദിവ്യകാരുണ്യം. അതിനാൽ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ജീവന്റെ കനിയായി ദിവ്യകാരുണ്യത്തെ സഭ സ്വീകരിച്ച് ആദരിക്കുന്നു.